ആറഞ്ച് ആനകൾ നശിച്ചു. സന്ദേശം: ദൈവം നമ്മെ സ്നേഹിക്കുകയും കൂടാതെ നമുക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുന്നു. ഒക്കെയും വിഭക്തത്തോടെ തന്നെ ദാനത്തെ പകർത്തുന്നു. ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി ജയിച്ചത്. ഫിലിപ്പിയർ 4:19. നിന്റെ ദൈവമേ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ദാനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയർ 4:19. നിന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയർ 4:19. നമുക്ക് ഏവർക്കും എഴുതിയ പുസ്തകത്തിൽ നിന്ന് 1108 അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നുള്ള പാട്ട് നമുക്ക് ഏവർക്കും എഴുതുന്നത് പാടാം. ഈ സമയം സൗത്ത് കൂക്കാണികൾ എഴുതും. ശാവസ്കുണ്ട് അവസരമായി ബ്രദറായി നമുക്ക് പ്രാർത്ഥിക്കുന്നു. ശാവസ്കുണ്ട് അവസാനിപ്പിക്കാം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നുള്ള പാട്ട് നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് പാടാവുന്നതാണ്. 1108. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടുമ്പോ തെല്ലും കൊലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കൊലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ.
ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അളവന്യെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ഈ വിശുദ്ധ ശബദിന്റെ പ്രഭാതം കാണുവാനും പരദേശത്തും ഫലഭവനങ്ങളിലുമായിരുന്ന ഏതൊക്കെ ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വന്ന് അങ്ങ് സ്തുതിപ്പാനും ഒരവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ലോകം അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങൾ പഠിച്ചതുപോലെ കുരുന്തിൽ നടക്കുന്ന അതേ അനുഭവമാണ് ഇന്നും ലോകത്തിൽ നടക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് ജീവനോടിരിക്കുന്ന അടിയങ്ങൾക്ക് അവിടുന്ന് പൗലോസിലൂടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ദുർനടപ്പും ആരാധനയും വിട്ടൊഴിയുവാൻ ജീവനോടിരിക്കുന്ന ഞങ്ങളെല്ലാവരും അങ്ങനെയായി തീരുവാൻ ഇന്ന് ഉപദേശിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അതുമാത്രമല്ല, എല്ലാറ്റിനുമുപരി ഈ ലോകജ്ഞാനം അത് നല്ലതല്ല. സ്വർഗീയ ജ്ഞാനം ഞങ്ങൾ പ്രാപിക്കേണ്ടതാകുന്നു. എല്ലാറ്റിനുമുപരി സ്നേഹമാകുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് യാചിക്കുന്നു കർത്താവ്. പാഠം പഠിപ്പിച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും ശക്തിയും അവർക്ക് നൽകിയതിനായി സ്തോത്രം. കൂടുതൽ ശക്തിയും ബുദ്ധിയും ഉയരത്തിൽ നിന്നും പ്രാപിപ്പാൻ ശുദ്ധാത്മാവിനാൽ എവരെയും നടത്തുമാറാകണമെന്ന് യാചിക്കുന്നു. ലോകത്തിൻ്റെ പാഠം നടന്നുകൊണ്ടിരിക്കുന്ന സഭ സ്കൂളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭായോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും ഉപരി ദൂരത്തും ചാരത്തുമായി കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ കർത്താവെ, രോഗദുഃഖ ദുരിതങ്ങളാൽ വലയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന അനേകം ആത്മാക്കളുണ്ട്. അവർക്ക് ആശ്വാസവും സൗഖ്യവും അവിടെ നൽകുമാറാറുണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നിവിടെ ഞങ്ങൾ വന്നത് നന്നായി എന്ന് തിരിച്ചറിയുവാൻ ഏവരെയും സഹായിക്കണം. അതുപോലെ കർത്താവെ, ഞങ്ങൾ അർപ്പിച്ച കാണിക്കകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം അവിടുത്തെ മഹത്വത്തിനായി ഇന്ന് ഞങ്ങൾ പഠിച്ചതുപോലെ സുവിശേഷം വേല ചെയ്യുന്നവൻ സുവിശേഷം കൊണ്ട് ജീവിക്കണം എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. അപ്രകാരം തന്നെ ആയിത്തീരുവാൻ ഏവരെയും ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ആരാധനകളിലും കൂടെ ഇനി സഹായിക്കണം. സർവ്വമാനം മഹത്വം ഇന്നെടുക്കണം. എല്ലാം പുത്രൻ്റെയും നാമത്തിൽ യാചിക്കുമ്പോൾ കൃപയോടെ എളിയ യാചന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. ശാബസ്കൂളിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. തുടർന്ന് ആരാധനയ്ക്കായി നമുക്കൊരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനാ, കർത്തനേശു സാക്ഷികളാ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനാ, കർത്തനേശു സാക്ഷികളാ.
ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം കർത്തനേശു മഹത്വത്തിനാ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം കർത്തനേശു മഹത്വത്തിനാ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനാ, കർത്തനേശു സാക്ഷികളാ. കണ്ണുനീരിൽ നാം ഒരുമിച്ചു വിതച്ചിടുകിൽ ആർപ്പോടെ കൊയ്തെടുക്കും. കണ്ണുനീരിൽ നാം ഒരുമിച്ചു വിതച്ചിടുകിൽ ആർപ്പോടെ കൊയ്തെടുക്കും. ആത്മശക്തിയിൽ അടയാടുമ്പോൾ അവനായി നാം ജയമെടുക്കും. ആത്മശക്തിയിൽ അടയാടുമ്പോൾ അവനായി നാം ജയമെടുക്കും. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി, കർത്തനേശു സാക്ഷികളാ. നീർത്തോടുകൾ തേടുന്ന മാൻപേടപ്പോ അതിദാഹത്തോടെ നമ്മൾ. നീർത്തോടുകൾ തേടുന്ന മാൻപേടപ്പോ അതിദാഹത്തോടെ നമ്മൾ. ആത്മമാരിക്കായി പ്രാർത്ഥിച്ചിടുകിൽ അവൻ നമ്മെ നിറച്ചിടുമേ. ആത്മമാരിക്കായി പ്രാർത്ഥിച്ചിടുകിൽ അവൻ നമ്മെ നിറച്ചിടുമേ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനാ, കർത്തനേശു സാക്ഷികളാ. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകയേശുവേ അറിയും. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകയേശുവേ അറിയും. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീഷണം ഇഹത്തിൽ. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീഷണം ഇഹത്തിൽ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനാ, കർത്തനേശു സാക്ഷികളാ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനാ, കർത്തനേശു സാക്ഷികളാ. ആയിരത്തി ഒരുന്നൂറ്റി 11 ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ,
ഇനിയും നടത്തണേ തിരുഹിതം പോ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്മയോടെ നാഥനു സ്തുതി പാടിടാം നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുമാ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുമാ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ
സൃഷ്ടി സർവമേ ഉദിപ്പിൻ സ്വർഗ സംഗമേ താതൻ സുതൻ ശുദ്ധാത്മനേ ആമേൻ. നിങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന നിങ്ങളെ വാക്യപ്രവർത്താവ് പരവതാവ് ഒരു ശബദിവസം കൂടെ ഞങ്ങളുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ നിങ്ങളെ ഒരിക്കലും കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയിൽ ആദ്യം മുതൽ അവസാനം വരെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ഓരോ ഭാഗങ്ങളെടുത്ത് നടത്തുന്ന ഓരോരുത്തരും നിങ്ങൾ തിരുത്തരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. അടിയങ്ങളെയും തിരുത്തരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. അങ്ങയുടെ മക്കൾക്ക് വേണ്ടുന്ന ദൂതി നൽകുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരേണ്ടവർ കൂട്ടിച്ചേർക്കണം. വേണ്ടുന്ന എല്ലാ നന്മകളും കൊണ്ട് നടക്കണം. അവരവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും പരമപിതാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ശബദിൻ്റെ ആരാധനയിലേക്ക് പ്രവേശിപ്പാൻ ഒരുവനായ ദൈവം നമ്മെ അനുവദിച്ചതിൽ ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കടന്നു വന്നിരിക്കുന്ന ഏവരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കുടുംബജീവിതങ്ങളെയും ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന ഏവരെയും ഹാർദവമായി സ്വാഗതം അർപ്പിക്കുകയാണ്. ഈ ലോകത്ത് നാം നോക്കുമ്പോൾ അനുകൂല സാഹചര്യമല്ലാതെ ആയിരിക്കുന്ന ഈ അവസ്ഥകളിലും വലിയവനായ ദൈവം നമ്മെ കരുതുന്നതല്ലേ. നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മോടൊപ്പം ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും തക്ക സമയമായപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നു. അതൊരു ദൈവിക അനുഭവം കൂടെയാണ്. വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനയുടെ തുടർച്ചയായിട്ട് നമുക്ക് ഏവർക്കും എണീറ്റ് നിന്ന് നമ്മുടെ പഴയ പാട്ടുപുസ്തകം 447 ഗാനം ഏവർക്കും അറിയാവുന്ന ഗാനമാണ്. യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു അൻപതുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു എന്ന ഗാനം നമുക്ക് ഏവർക്കും ആലപിക്കാം. അതിനുശേഷം തിരുവചന ഭാഗം നമ്മുടെ ജയപാല സഹോദരൻ വായിച്ച് ആദ്യ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു യേശു വിളിക്കുന്നു ഉള്ളം കവർന്നവരേ ഉണ്മയമെന്നമ്പിലേ ഉള്ളം കവർന്നവരേ ഉണ്മയമെന്നമ്പിലേ ഉള്ളലിഞ്ഞ ശ്വാസമേ ഉള്ളവൻ ഞാനല്ലയോ ഉള്ളലിഞ്ഞ ശ്വാസമേ ഉള്ളവൻ ഞാനല്ലയോ യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു ആകുലമാനസരേ
ആലംബഹീനരെ വാ ആകുലമാനസരേ വാ ആലംബഹീനരെ വാ ആശ്രയം തന്നരുളാം ഞാൻ ആമോദമേകിടം ഞാൻ ആശ്രയം തന്നരുളാം ഞാൻ ആമോദമേകിടം ഞാൻ യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു കണ്ണീരണിഞ്ഞവരേ വാ മണ്ണിന്റെ മക്കളെ വാ കണ്ണീരണിഞ്ഞവരേ വാ മണ്ണിന്റെ മക്കളെ വാ കന്മഷമാകവേ നീക്കി കണ്ണുനീരൊപ്പിടാം ഞാൻ കന്മഷമാകവേ നീക്കി കണ്ണുനീരൊപ്പിടാം ഞാൻ യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. വിശുദ്ധ വാക്യപ്രതിയുള്ള വായന 112 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ അവസാനം വരെ എല്ലാവർക്കും ഇത് ചേർന്ന് വായിക്കാം. 112 സങ്കീർത്തനം എല്ലാവർക്കും ലെവലെടുക്കും. 112 അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 112 യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടുത്തെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവന്റെ ഹൃദയം കരുണയും നീതിയുമുള്ളവനാണ്. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ സുഖമായി. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവന് ഒരു നാളും കുടുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവിടുത്തെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവിടുത്തെ ശത്രുക്കൾ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നു. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകി. ദുഷ്ടന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഞാൻ ഗ്രഹിക്കട്ടെ. മുഖംകാലുകളെ മുടക്കാൻ കഴിയുന്നവർക്ക് ഇസ്രായേലിന്റെ പരിപാലകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ഈ മനോഹരമായ ദിവസത്തിന്റെ ഈ മണിക്കൂറുകൾ ഞങ്ങൾക്ക് ഒരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു ദിവസമായിരിക്കാൻ തിരുനാമത്തിന് കർത്താവേ, ഇന്ന് സ്വർഗീയ ഗോളത്തിൽ അനേക ദൂതന്മാർ അങ്ങേ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് മഹത്വപ്പെടുത്തുമ്പോൾ അപ്പജാ ഈ ഭൂഗോളത്തിൻ്റെ ഒരറ്റത്തിരുന്ന് ഞങ്ങൾക്കും അതേ ദൈവദൂതന്മാരോടൊപ്പം ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു ആനന്ദിക്കുവാൻ തിരുമേനി ഞങ്ങളെ അനുഗ്രഹിച്ചവൻ കൃപകൾക്കായി സ്തോത്രം. ഈ മഹാഭാഗ്യം അനുഭവിക്കാൻ കഴിയാതെ
എൻ്റെ അപ്പച്ച അനേക ആയിരങ്ങൾ ഇന്ന് ദുഃഖത്തിലും പ്രയാസത്തിലും ആശുപത്രിയിലും കഷ്ടത്തിലായിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ദൈവമേ ഞങ്ങളെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് ഈ സന്നിധിയിലാക്കിയിരിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം. ആകയാൽ തമ്പുരാനെ ഇന്ന് ആലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് കൃപാസനത്തിൻ്റെ മുമ്പിൽ മുഴങ്കാലുകളെ മടക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുകയാണ് സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിൽ അദൃശ്യമായി കടന്നു വന്നിരിക്കുകയാണ് സ്തോത്രം. ആകയാൽ വാസ്തവമായ ഗലീലക്കാരനെ കണ്ട് ആത്മീയമായി തൊട്ടറിഞ്ഞുകൊണ്ട് ഈ ആലയം വിട്ട് മടങ്ങിപ്പോകുവാൻ തക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പലപ്പോഴും കുറവുവശങ്ങളുണ്ട്. അത് മുഖാന്തരം ഞങ്ങൾ രോഗത്തിന് അടിമയായി പോകുന്നു. തമ്പുരാനെ ഒക്കെ ഇന്ന് പരിഹരിച്ച് ഞങ്ങൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാവൽക്കാരാ നേരം എന്തായി എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിന് ഉത്തരം പറയേണ്ടതായ സത്യത്തിൻ്റെ സാക്ഷിയായിരിക്കുന്ന ഞങ്ങളെ അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടെ അവിടുന്ന് പരിശുദ്ധാത്മായ ശക്തിയാൽ അവിടുന്ന് ബലപ്പെടുത്തുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ചർച്ച് പാസ്റ്ററായി പ്രാർത്ഥിക്കുന്നു, മൂപ്പനായി പ്രാർത്ഥിക്കുന്നു, അതേ സഭയെ നിലനിർത്തുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നു. ഈ ആലയം ദേശത്തിന് ഒരു മാതൃകയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടുമെന്ന് തിരുവചനം അങ്ങ് കൽപ്പിച്ചതുപോലെ തമ്പുരാനെ അനേക ആയിരങ്ങൾ കടന്നു വന്ന് വിശേഷമായ ഈ ദിവസത്തിൽ അതേ കർത്താവെ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ തിരുമേനി സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഈ ആലയം മുഖാന്തരം ആത്മീയ കനാൻ ദേശമാക്കി ആത്മീയ പ്രാർത്ഥിക്കുന്നു. അനേകർ ഒഴുകിയെത്തി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ആലയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുസരിക്കുന്ന യാഗത്തെക്കാളും സിദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്നല്ലിച്ചേന തമ്പുരാനെ തിരുവചനത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കുവാൻ തക്കൊണ്ട് ഞങ്ങളോട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയാളും പറയും അനുഗ്രഹിക്കണമേ. കടന്നു വരാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ആലയത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരാൻ തിരുമേനി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കുന്നതായ പ്രിയപ്പെട്ട ഗവൺമെൻറ് സാറിനെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവെ പ്രിയപ്പെട്ട മകൻ രോഗത്തിലായിരുന്നു, ഒരു അപകടത്തിലായിരുന്നു. എങ്കിലോ തിരുവചനം ഞങ്ങൾ പഠിപ്പിക്കുന്ന പോലെ നീതിമാൻ വീണാൽ എഴുന്നേൽക്കും എന്ന് കൽപ്പിച്ച നാഥ, ഇന്ന് പ്രിയപ്പെട്ട മകൻ അത് എഴുന്നേൽപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. ആകയാൽ മാറ്റമില്ലാത്തതായ ആ വചനം പ്രിയപ്പെട്ട മകൻ സംസാരിക്കുമ്പോൾ തമ്പുരാനെ അവിടുത്തെ മഹത്വം ഇറങ്ങി ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും അവിടുന്ന് മഹത്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ ഡോക്ടർ സാർ അവർക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു. പ്രിയപ്പെട്ട മകനെ അവിടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ സ്വർഗത്തിൻ്റെ ഓഹരിക്കാരായി തീരുമാനത്തൊന്ന് പ്രിയപ്പെട്ട മകനെ അവിടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവൃത്തിയിലും അവിടുന്ന് അറിയാൻ തിരുനാമത്തിന് സ്തോത്രം. ആകയാൽ ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിക്കപ്പെടുന്നതായ വചനം കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രൂപാന്തരപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തോട് ചത്ത് അതേ കർത്താവെ പുതിയ അതേ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നതായ ഈ കാലഘട്ടത്തിൽ കർത്താവെ ജാതികളുടെ വഴി പഠിക്കാതെ ദൈവസഭയ്ക്ക് അനുകൂലമായി ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി കാലൊരു ജീവൻ വെച്ച ക്രിസ്തയേശു താങ്കൾ ചോദിക്കുന്നു. വലിയ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധപരമില്ലാതെ. സമയം വിശുദ്ധ ദശാംശം, കാണിക്കകൾ, നേർച്ചകൾ ഇവയൊക്കെയും സ്വീകരിക്കേണ്ട സമയമാണ്. ഈ സമയം നമുക്ക് ഏവർക്കും നമ്മുടെ ബഹുമാനമുള്ള ഡോക്ടർ ജയപ്രകാശ് അവർ നമ്മുടെ മധ്യമുണ്ട്. മുന്നോട്ട് കടന്നു വന്ന് ഒരു പ്രത്യേക ഗാനം ആലപിക്കും. അതിനുശേഷം കാണിക്കകളും ദശാംശം സ്വീകരിക്കുന്നത് പാട്ടിന് ശേഷം
Praise the Lord. ഒരു ജീവിതം മാത്രം അതു വേഗം മാഞ്ഞു പോകും, ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും, കണ്ടിടും നാം വെണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും, കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ? ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ? ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം, പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം, പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ? ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ? ദേഹം അസ്ഥിരമാകും, മനസ്സത് വ്യാകുലമാകും, കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയിൽ അന്നാൾ നാം നേടിയതെന്തെന്നറിയും, ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയിൽ അന്നാൾ നാം നേടിയതെന്തെന്നറിയും, ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ? ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ? മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക, പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും, ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും, ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ
വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരു ജീവിതം മാത്രം, അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അതു പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. 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 ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിമഹത്തായ ഒരു ആത്മീയ ഗാനമാണ് നമ്മുടെ ബഹുമാന്യ ഡോക്ടർ അവറുകൾ പ്രത്യേകഗാനമായി പാടിയത്. എന്തായാലും ഇത് സാക്ഷി പരിശുദ്ധാത്മാവാണ്. തീർച്ചയായിട്ടും സ്വർഗീയ സൈന്യങ്ങൾ ഇത് ഏറ്റ് പാടുകയും ദൈവസന്നിധിയിൽ ഇതൊരു അനുഗ്രഹവും പ്രത്യേകിച്ച് അദ്ദേഹം ഈ സഭയുടെ ആയിത്തീരുകയും ചെയ്യും എന്ന് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ വെറും കൈയോടുകൂടെ എൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് അരുളി ചെയ്ത സൈന്യങ്ങളിൽ എപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം 7 അടിയങ്ങളെ കർത്താവെ അവിടുന്ന് സൗഖ്യം നൽകി, ജോലികൾ നൽകി, അത് സഞ്ചരിക്കാനുള്ളതായ ഭാഗ്യം തന്നു. അതിൻ്റെ നന്ദി സൂചകമായി എൻ്റെ പിതാവെ ഒരല്പ ദശാംശവും വഴിപാടുകളും നേർച്ചകളുമായി അവിടുത്തെ സന്നിധിയിൽ ഭയഭക്തിയോടുകൂടെ അടിയങ്ങൾ ഇപ്പോൾ നിൽക്കുകയാണ്. തമ്പുരാനെ, ഇത് മെൽക്കീസേദെക്കും അതേ ശാലേം രാജാവ് മെൽക്കീസേദെക്കിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ പിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അത് ദശാംശം അർപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പിൽ ദൈവമേ ഞങ്ങൾക്ക് അല്പ ദശാംശം അർപ്പിക്കുവാൻ തക്കണം ഈ ഒരു അവസരം അടിയങ്ങൾ തന്നുവല്ലോ തമ്പുരാനെ. ഇത് മുഖാന്തരം കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ ഭവനത്തിലുള്ളതായ മറ്റ് ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ തക്കണം തിരുമേനി സഹായിക്കണം. ഞങ്ങളുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഒന്നും മുള്ളും പറക്കാരെയും സംഭവിക്കാതെ അതേ തമ്പുരാൻ അവിടുന്ന് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന് കൊടുത്തതായ അനുഗ്രഹം മേൽക്കുമേൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ ദശാംശം മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തനെയും നിന്നെയും അധികത്തിൽ വിചാരകനാക്കും എന്ന വിളിക്ക് യോഗ്യമായ തീരുവാൻ തക്കണം ഈ ദശാംശം മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇന്ന് ഞങ്ങൾ സ്വർഗീയ സമാഗമന കൂടാരത്തിൽ ശ്രീഭണ്ഡാരത്തിൽ ഈ ധനം ഞങ്ങൾ നിക്ഷേപിക്കുകയാണ്. തമ്പുരാൻ മടങ്ങി വരുമ്പോൾ ഇതിന് പലിശ സഹിതം ഞങ്ങൾക്ക് നൽകും. നരികാൽ തിരുനാമത്തിൽ സ്തോത്രം. ആകയാൽ ഈ കൊച്ചു പാത്രത്തിൽ കൈവച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാൻ തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 4 കാര്യം വിശുദ്ധം, അതിൽ വിശുദ്ധമായ ഈ വിശുദ്ധ വസ്തുവെ ഇന്ന് തിരുസന്നിധിയിലേക്ക് അർപ്പിക്കുകയാണ് തമ്പുരാൻ. ആകയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആളാമൃതി തൊട്ട് അനുഗ്രഹിക്കണമെന്ന് കാൽവരി ജീവൻ വെച്ച് യേശു ക്രിസ്തു മുഖാന്തരം ചോദിക്കുന്നു. വലിയ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധ പരപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവവചനം ശ്രവിക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ബഹുമാനമുള്ള ബോർഡിനെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
നിങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി നിൽക്കുവാൻ ദൈവം അനുവദിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച രാജോണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, സഭാമൂപ്പൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് എനിക്ക് ഈ അപകടം ഉണ്ടായതും ഈ പ്രശ്നങ്ങളുണ്ടായത്. എന്നാൽ അത് അങ്ങനെ പിശാചിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം മാറ്റിവെക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിന്ന് പ്രസംഗിക്കും എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലും എല്ലാവരും പറഞ്ഞു വേണ്ട, ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല, പ്രസംഗിച്ചേ പറ്റുള്ളൂ എനിക്ക് എന്ന് പറഞ്ഞു. രാജവണ്ണൻ്റെ അടുത്ത് രാവിലെ പ്രസംഗിച്ചു. രാജവണ്ണന് വിശ്വാസം ഉണ്ടായിരുന്നു കാണുമല്ലോ ഞാൻ പ്രസംഗിക്കുന്നത്. എന്തായാലും രാജവണ്ണനും അതിന് സമ്മതിച്ചു. എല്ലാവരും സമ്മതിച്ചു. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മൾ നേരത്തെ ഒരു വിഷയം ഇവിടെ നമ്മൾ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ തുടർ പഠനമാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. ആ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാൻ അതും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് പോകും. മത്തായി 24, 40 മുതൽ 44 വരെയുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയത്. ഒന്നുകൂടെ അത് ആരെങ്കിലും ഒരാൾ പെട്ടെന്നൊന്ന് വായിക്കണം. അന്ന് രണ്ടുപേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരുക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിക്കും. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. നിങ്ങളെ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നിങ്ങളുടെ മക്കളായ ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നു. ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങൾ ഭരണേൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ വചനം പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൂടെ നിറയ്ക്കണം. അങ്ങയുടെ വചനത്തിലുള്ള മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. കടന്നു വരേണ്ടത് കൂട്ടിച്ചേർക്കുന്നു. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന നടത്തുന്നു. പരമപിതാവേ, ആമേൻ. നമ്മളിന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ഈ ഒരു വേദഭാഗം എടുത്തു വച്ചിട്ട് ഇതര സഭാ വിഭാഗങ്ങൾ പറയുന്നത് രഹസ്യത്തിൽ നമ്മളെ ദൈവം എന്തു ചെയ്യും, നമ്മളെ ദൈവം സ്വർഗത്തിലോട്ട് എടുക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങേ ആഴ്ച 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ നോക്കിയ കാര്യമാണ്. രഹസ്യത്തിൽ നമ്മളെ ദൈവം എടുത്തുകൊണ്ട് പോകും. നമ്മൾക്ക് ഒരു കഷ്ടതയും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും നമ്മൾ ഇവിടെ അനുഭവിക്കില്ല. നമ്മളെ ദൈവമക്കളെ ദൈവം ഇവിടുത്തെ കഷ്ടതയ്ക്ക് മുന്നേ ദൈവമക്കളെ ദൈവം ചേർക്കും എന്നാണ് ഇന്ന് ഈ ലോകത്തിലുള്ള
ഈ മിക്കവാറും എല്ലാ സഭാ വിഭാഗങ്ങളും പഠിപ്പിക്കുന്നു. അത് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ജസ്റ്റ് നോക്കി, അത് നമുക്ക് ഒന്നുകൂടെ റീമൈൻഡ് ചെയ്യാം. എന്നാലും അടുത്തൊരു വാക്യം വായിക്കണം, പെട്ടെന്ന് വായിക്കണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 2-4. വേറൊരാള് 2 പത്രോസ് 3:10 എടുക്കണം. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിവാനാവതുമില്ല. ആദ്യത്തെ ഭാഗം ഒന്നുകൂടെ വായിച്ച്. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ. എങ്ങനെ? കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ വരവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ, കള്ളൻ രാത്രിയിൽ എപ്പോൾ വരുമെന്ന് കള്ളൻ പറഞ്ഞിട്ടാണോ പറഞ്ഞേ? ആണോ? കള്ളൻ പറഞ്ഞിട്ടാണോ പറഞ്ഞേ ഞാൻ ഇതിന് സമയം വരും? ഒരിക്കലും അല്ല. കള്ളൻ രാത്രിയിൽ നനയ്ക്കാത്ത നാഴികയിൽ അത് പറയാതെ വരും, അല്ലേ? ഗർഭിണിക്ക് പ്രസവ വേദന വരും എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും, അവൻ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമയത്തായിരിക്കും ആര് വരുന്നത്? കള്ളൻ വരുന്നത്. അടുത്ത വാക്യം വായിച്ചേ, 2 പത്രോസ് 3:10. എല്ലാം ഡിസ്റ്റർബ് ആണ്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അങ്ങനെയാണ് പറഞ്ഞത്. എന്താണ്? കർത്താവിന്റെ ദിവസമാണ് കള്ളനെ പോലെ വരുന്നത്, അല്ലേ? അല്ലാതെ അല്ലാതെ കർത്താവ് കള്ളനെ പോലെ വന്ന് എല്ലാവരെയും എടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. ആണോ? അല്ല. കർത്താവ് വരുന്നത് എന്താണെന്ന് അറിഞ്ഞത് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടില്ലേ? യേശുക്രിസ്തു എന്താ പറഞ്ഞത്? എനിക്ക് പോലും അറിയില്ല, പിതാവിന് മാത്രമേ അറിയാവൂ ഞാൻ എപ്പോഴും വരുന്നു എന്ന്, അല്ലേ? അപ്പം എപ്പോ വരും എന്നുള്ളത് ഒരു കാരണവശാലും ഒരു മനുഷ്യനോ ദൂതന്മാർക്കോ ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഒരു വാക്യം കൂടെ വായിച്ചാൽ, മത്തായി 24:36-42. അതെ, അറിയുന്നില്ല. 42. എന്താണ് അവിടെ പറഞ്ഞത്? ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയായ കൊണ്ട് ഉണർത്തി. അങ്ങനെയല്ലേ? ദിവസമാണ് അവിടെ പ്രാധാന്യം. അപ്പം കള്ളനെ പോലെ വരും എന്ന് ദൈവം ഉദ്ദേശിച്ചത് എന്താണ്? ആ ദിവസത്തെയാണ് ദൈവം ഉദ്ദേശിച്ചത്. എന്ന് വരും എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ഡേ, അതിനെയാണ് ദൈവം ഉദ്ദേശിച്ചത്. കള്ളനെ പോലെ വരും എന്ന് പറയുന്നത്. മർക്കോസ് 13-ാം അധ്യായം 32 മുതൽ 37 വരെ. മർക്കോസ് 13. നേരത്തെ പറഞ്ഞതിൻ്റെ അത് തന്നെയാണത്. അപ്പോൾ ആ ദിവസത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മത്തായി സുവിശേഷം 24:40 മുതൽ 44 വരെയുള്ള ആ ഭാഗം വേറെ എന്തിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ? ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ.
ഉണർന്നു. അപ്പോൾ അവിടെ കർത്താവിൻ്റെ ആ വരവ് ഏത് ദിവസത്തിലാകുന്നു എന്ന് അറിയായി കൊണ്ട് ഉണർന്നിരിപ്പിൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ് ആ ഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ പേര് വിളിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആ മറ്റു ഭാഗങ്ങൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് കർത്താവിൻ്റെ വരവ് എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയത്. അപ്പം നമ്മൾ അവിടെ നോക്കിയതനുസരിച്ചിട്ട് കർത്താവിൻ്റെ ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ആ രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കും, ഒരാൾ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയും പോലെ ഫ്ലൈറ്റ് ഓട്ടിച്ചിരുന്നിരിക്കുന്ന ആൾ വിശുദ്ധനാണെങ്കിൽ അയാൾ അങ്ങ് എടുക്കും, ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതിൽ ആ വിമാനത്തിലുള്ള വിശുദ്ധന്മാരെ എല്ലാം അങ്ങ് ദൈവം അങ്ങ് മാറ്റും, ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് ഉപേക്ഷിക്കും. അത് ഒരേ സമയമാണോ നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇപ്പോഴും ആരും പറയുന്നില്ല. അത് ഓരോ സമയത്താണ് നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. വ്യക്തമായിട്ടുള്ളൊരു ധാരണമാണ്. നമുക്ക് എന്താണെന്ന് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി, എന്നാലും അത് ഇപ്രാവശ്യം ഒന്നുകൂടെ നമുക്കത് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകും. അപ്പം ദാനിയേൽ 8:14 കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്, എന്നാലും ഒന്നുകൂടെ വായിച്ചത്. ദാനിയേൽ 8:14. ശരി, ശരി. അപ്പോൾ ഓക്കെ, 2300 സന്ധ്യ ഉഷസ്സിന്റെ ഒരു പ്രവചനം നമ്മൾ എവിടെ പഠിച്ചു? നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ആ പ്രവചനം? 2300 സന്ധ്യ ഉഷസ്സിന്റെ ഒരു പ്രവചനം. ലോക ചരിത്രം മുഴുവനും ആ പ്രവചനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യം മുതൽ എവിടെ ദാനിയേലിന്റെ കാലഘട്ടം മുതൽ 2300 സന്ധ്യ ഉഷസ് വരെ. എന്നാ ഇത് തുടങ്ങുന്നത്? അത് എസ്രാ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. BC 457 ഈ കാലഘട്ടം തുടങ്ങുന്നത്. BC 457 തുടങ്ങുന്ന ഈ കാലഘട്ടം എസ്രാ 7-ാം അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ BC 457 നമ്മൾ ചെന്നെത്തും. അപ്പോൾ BC 457 തുടങ്ങുന്ന ഈ കാലഘട്ടം 2300 ദിവസം വച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1844 ചെന്ന് നിൽക്കുന്നത്. അപ്പൊ 1844 എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്കറിയാം, വില്യം മില്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി 1844 കർത്താവ് വരും എന്ന് പറഞ്ഞ് ലോകത്തിലുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ട് കർത്താവ് വരും എന്ന പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചില്ല? കർത്താവ് വന്നില്ല. കർത്താവ് വരാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? അതിൽ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ അവർ ചിലർ ആത്മഹത്യ ചെയ്തു, ചിലർ വിശ്വാസം ത്യജിച്ചു പോയി. അങ്ങനെ പലതരത്തിൽ അവർ സ്കാറ്റർ ചെയ്ത് പല ഭാഗത്തായിട്ടും പോയി. അത് വിശ്വാസത്തിൽ ത്യജിച്ചു പോയവരാണ് കൂടുതൽ. എന്നാൽ ചെറിയൊരു ഗ്രൂപ്പ് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവിടെ അവർക്ക് മനസ്സിലായത് കർത്താവ് മഹാപുരോഹിതനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരുടെ പക്ഷപാതം ചെയ്യുന്നതിന്, അവരുടെ വിധിന്യായം കൽപ്പിക്കുന്നതിന് വേണ്ടി അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിനോടുകൂടെ ആവാൻ വേണ്ടി പോയതാണ്. അവിടെ ഒരു ന്യായവിധി, വിശുദ്ധന്മാരുടെ ന്യായവിധി നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണത്. അപ്പോൾ അതിന് നമുക്ക് ഈ ലോകത്തിലുള്ള ഒരു ഉദാഹരണം നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്? നമ്മുടെ സമാഗമന കൂട ശുശ്രൂഷയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പാപപരിഹാര ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമുണ്ട്. ആ പാപപരിഹാര ദിവസത്തിൽ എന്താ സംഭവിക്കുന്നത്? 2 ആടിനെ കൊണ്ടുവരുന്നു. അതിൽ ഒരാടിനെ ദൈവത്തിനും ഒരാടിനെ അസസ്സേലിനും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. അസസ്സേലിനുള്ള ആട്ടിൻ്റെ തലയിൽ ആ വർഷം മുഴുവനും ആ കാലഘട്ടം വരെ നടന്ന എല്ലാ പാപങ്ങളും ആ അസസ്സേൽ എന്ന് പറയുന്ന ആടിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും, ആരുടെ? ഇസ്രായേൽ ജനത്തിൻ്റെ പാപം കെട്ടിവെക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ വന്നവർ അവിടെ ആത്മതപനം ചെയ്ത് അന്ന് ആ ദൈവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തവരുടെ പാപങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ് അവൻ വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടിരുന്ന അവൻ്റെ പാപം എന്ത് ചെയ്തില്ല? പോകത്തില്ല. അവൻ ദൈവസഭയിൽ എന്താവണം? ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവസഭയിൽ അംഗമായിരിക്കണം.
ദൈവസഭയിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഇസ്രായേൽ ജനത്തിന്റെ അവന്റെ പാപങ്ങളെല്ലാമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അന്ന് അവിടെ കൂടിയ എല്ലാ ഇസ്രായേലിന്റെയും പാപം അസസ്സേലിന്റെ ആടിന്റെ തലയിൽ വച്ച് കെട്ടുകയും അതിനെ മരുഭൂമിയിലോട്ട് കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. അതേ സംഭവമാണ് ഇവിടെ 1844 ഇവിടെ നടക്കുന്നത്. 1844 ആ പ്രോസസ്സ് തുടങ്ങിയത്. ആദ്യം ആരുടെ എവിടെയാണ് തുടങ്ങിയത്? നമ്മൾ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതാണ് അല്ലേ? ദാനിയേൽ 12:1 ഒന്നെടുത്തേ. ദാനിയേൽ 12:1 തന്നെ. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരെല്ലാം രക്ഷ പ്രാപിക്കും. അതാണ് ശരി. അപ്പോ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർ എപ്പോഴാണ് സംഭവിക്കണേ? അന്നൊരു ഭയങ്കര കഷ്ടത ഉണ്ടാവും. ആ കഷ്ടത്തിൽ എന്താണ്? ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? രക്ഷപ്രാപിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ എന്താണ്? നേരത്തെ ഇവിടുത്തെ ഈ മറ്റ് സഭകളുടെ സിദ്ധാന്തം അനുസരിച്ച് ഒരു ട്രിബുലേഷൻ, ഒരു കഷ്ടകാലം ഉണ്ടാകുമ്പോൾ ആരിവിടെ ഉണ്ടാവില്ല എന്നാ പറയണേ? വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനം ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? കഷ്ടകാലം ഉണ്ടാകും, അന്ന് അവരുണ്ടാകും. അന്ന് ആര് തുണ നിൽക്കും അവർക്ക് വേണ്ടി? ദൈവം തുണ നിൽക്കും. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ? അന്ന് ആർക്കാ തുണ നിൽക്കുന്നത്? ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടുള്ളവർക്ക്. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് എപ്പോഴാ? അവൻ മരിക്കുന്നത് വരെയുള്ള അവന്റെ ജീവിതം അനുസരിച്ച് പേരെഴുതണം. പക്ഷെ ജീവനുള്ളവരുടെ പേരെഴുതുന്നത് എപ്പോഴാ? അത് 1844 ശേഷം ഈ പ്രോസസ് തുടങ്ങിയത്. ആ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് എപ്പോഴാണെന്ന്, എൻ്റെ പേരെപ്പോഴും വിളിക്കുന്നു എനിക്ക് അറിയില്ല, എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ പേര് വിളിക്കുമ്പോ ഞാൻ വിശുദ്ധനാണെങ്കിൽ, ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ പാപമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എൻ്റെ പേര് എവിടെ എഴുതും? ജീവപുസ്തകത്തിൽ എഴുതും. ജീവപുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യില്ല? ഞാൻ പാപം ചെയ്യില്ല. പാപം ചെയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ മാറും. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരുടെ പേര് മാത്രമേ ജീവനുള്ളവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുള്ളൂ. അല്ലെങ്കിൽ അവർ വിശുദ്ധിയോട് ആയിരിക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും? ദൈവം മരണത്തിന് ഏൽപ്പിച്ച് അവരെ ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിൽ അവരെ സ്വീകരിക്കാനുള്ള ഇത് ഉണ്ടാവും. ഒരു വാക്യം കൂടെ വായിച്ച് 1 പത്രോസ് 4:17 പറഞ്ഞ ഭാഗം തന്നെയാണ്, എന്നാലും അതൊന്ന് വായിച്ചു. 1 യോഹൻ 2:1 കൂടെ ഒരാൾ വായിക്കണം. എന്താ ന്യായവിധി? എന്താണ്? ദൈവഗ്രഹത്തിൽ തുടങ്ങാനുള്ള സമയം ആയി. എന്ന് 1844 1844 മുതൽ ന്യായവിധി തുടങ്ങാനുള്ള സമയമായി. ദൈവഗ്രഹ ആരുടെ ന്യായവിധിയാ നടക്കാൻ പോണത്? ലോകത്തിലുള്ള എല്ലാവരുടെയാണോ? അല്ല. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ന്യായവിധി അല്ല അവിടെ നടക്കുന്നത്. ആരുടെയാ? ദൈവഗ്രഹത്തിലുള്ളവരുടെ അല്ലേ? ദൈവഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ. ദൈവമക്കളല്ലേ ദൈവഗ്രഹത്തിൽ കാണുള്ളൂ, വേറെ ആരെങ്കിലും കാണോ? അപ്പം ദൈവമക്കളുടെ ന്യായവിധിയാണ് 1844 നടക്കാൻ തുടങ്ങിയത്. അതും കൂടെ ഒന്ന് വായിച്ചു. 1 യോഹൻ 2:1 1 യോഹൻ 2:1 അപ്പൊ എന്താണ്? അപ്പം 1844 ഒരു കാര്യസ്ഥനായിട്ട് അല്ലേ, ആരുടെ അടുത്ത്? പിതാവിന്റെ അടുത്ത് നിന്ന് നമുക്ക് വേണ്ടി ആര് എന്ത് ചെയ്യുന്നു? യേശുക്രിസ്തു നമുക്ക് വേണ്ടി വാദിക്കുന്നു, പക്ഷവാദം ചെയ്യുന്നു. 1844 മുതലാണ് ആ സംഭവം
കടന്നു വന്നു. അപ്പം 1844 മുതൽ നമ്മളെ ഓരോരുത്തരുടെയും പേര് വിളിക്കുന്നത് എന്താണെന്ന് നമ്മൾ എപ്പോഴും പ്രതീക്ഷയോടുകൂടെ ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ് വരുന്നത്, അല്ലേ? എപ്പോഴും നമ്മൾ പേര് വിളിക്കുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് വേണ്ടി ഒരാൾ പക്ഷപാതം ചെയ്യാൻ എവിടെയുണ്ട്? പിതാവിൻ്റെ അടുത്തുണ്ട്. നമ്മളുടെ എതിർ സ്ഥാനത്താരാ? പിശാച. പിശാച് എന്ത് പറയും? അവൻ ഇന്ന പാപം ചെയ്തിട്ടുണ്ട്, അവൻ അതുകൊണ്ട് എൻ്റെ ആളാ. മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി, അല്ലേ? വാദിച്ചില്ലേ? അപ്പം അവൻ എൻ്റെ ആളാ, അതുകൊണ്ട് അവനെ എനിക്ക് വിട്ടുതരണം. അപ്പം യേശുക്രിസ്തു എന്ത് പറയും? പറ്റില്ല. കാരണം അവൻ തെറ്റ് ചെയ്ത്, നീന്റെ പ്രേരണയാൽ അവൻ തെറ്റ് ചെയ്തു പോയെങ്കിൽ അതിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റു, ഞാൻ വഹിച്ചു. അവൻ എൻ്റെ അടുത്ത് യാചിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കണം, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചോദിക്കണം, എൻ്റെ പാപങ്ങൾ വഹിക്കണമെന്ന്, അല്ലേ? എങ്കിൽ മാത്രമേ ദൈവം അത് വഹിക്കുള്ളൂ. അല്ലാതെ ചുമ്മാ നടത്താൻ പറ്റില്ല. ദൈവാലയത്തിൽ പോകണം. ഇസ്രായേൽ ജനം യെരൂശലേം ദേവാലയത്തിൽ പോയവർക്ക് മാത്രമേ പാപക്ഷമ ഉണ്ടായുള്ളൂ, അല്ലാത്തവർക്കില്ല. കർത്താവിൻ്റെ അടുത്ത് പോയവർക്ക് മാത്രമേ പാപക്ഷമ ഉണ്ടാവുകയുള്ളൂ, അല്ലാത്തവർക്ക് പാപക്ഷമ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ 2300 സന്ധ്യ ഉഷസ്സും ആയപ്പോഴാണ് 1844 എന്തുണ്ടായി? അന്ത്യകാലം പ്രവചനം അവസാനിച്ചു. 1844 ദൈവം മനുഷ്യർക്ക് നൽകിയ പ്രവചന കാലഘട്ടം പൂർണ്ണമായിട്ടും അവിടെ എന്ത് ചെയ്തു? അവസാനിച്ചു. പ്രവചന കാലഘട്ടം അവസാനിക്കുമ്പോൾ കർത്താവ് വരണ്ടേ? എങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് പിന്നെ പ്രവചനം ഇല്ലല്ലോ, ഉണ്ടോ? നമുക്ക് മലാഖിയിലോട്ട് പോയി കഴിഞ്ഞാൽ, അല്ല എടുക്കണ്ട മലാഖിയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പഴയ നിയമത്തിലുള്ള ഏറ്റവും അവസാനത്തെ പ്രവാചകനായിരുന്നു ആര്? മലാഖി. ക്രിസ്തുവിന് എത്ര വർഷം മുമ്പായിരുന്നു ആ പ്രവാചകൻ ഉണ്ടായിരുന്നത്? 400 വർഷം മുമ്പാണ് ആ പ്രവാചകൻ ഉണ്ടായത്. അപ്പം ക്രിസ്തു വരുന്നതിന് 400 വർഷം മുമ്പ് പ്രവചനങ്ങൾ തീർന്നു. പക്ഷെ ആ പ്രവചനങ്ങൾ തീർന്ന് 400 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു പ്രവാചകൻ ഉണ്ടായത്. ആര്? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ഉണ്ടായത് എങ്ങനെയാ? എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ വരവിന് വഴിയൊരുക്കുന്നതിന് വേണ്ടി യോഹന്നാൻ സ്നാപകൻ വന്നു, അല്ലേ? അപ്പൊ കർത്താവിന്റെ വഴി ഒരുക്കുന്നതിന് വേണ്ടി യോഹന്നാൻ സ്നാപകൻ വന്നെങ്കിൽ കർത്താവിന്റെ അതിന് വളരെ കുറച്ച് കാലഘട്ടം, അല്ലേ? ഒരു 10-20 വർഷത്തിന്റെ ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു ഇതിലാണ് യോഹന്നാൻ സ്നാപകൻ വീണ്ടും ഒരു പ്രവാചകൻ ഉണ്ടാകുന്നത്. അപ്പൊ അതുവരെ പ്രവാചകന്മാരില്ലാത്ത ഒരു കാലഘട്ടം ആയിരുന്നു. നമ്മൾ പഴയ നിയമത്തിലോട്ട് പോവുകയാണെങ്കിൽ പഴയ നിയമത്തിൽ കൂടാര പെരുന്നാളുകൾ. അപ്പം ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഒരുപാട് തരത്തിലുള്ള പെരുന്നാളുകൾ ദൈവം നൽകിയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പെരുന്നാളുകൾ ഉള്ളത് ഏത് മാസമെന്നറിയാമോ? ഏത് മാസം ഏറ്റവും കൂടുതൽ പെരുന്നാളുള്ളത്? 7-ാം മാസം. 7-ാം മാസമാണ് ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ, പെരുന്നാളുകൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ ഉള്ളത്. അപ്പൊ 7-ാം മാസമുള്ള ഒരു ഉത്സവമാണ് പാപപരിഹാര പെരുന്നാൾ. അപ്പൊ പാപപരിഹാര പെരുന്നാളും 7-ാം മാസം കഴിയണം. പക്ഷേ ഒരു വർഷം തീരാൻ പിന്നെ എത്ര ദിവസമുണ്ട്? പിന്നെയും 3 മാസമുണ്ട്. അപ്പം 5 മാസമുണ്ട് പിന്നെ. ശരി, ഓക്കെ, 5 മാസം, സോറി, 5 മാസമുണ്ട്. അപ്പോ പാപപരിഹാര പെരുന്നാൾ നടന്നിട്ട് വീണ്ടും 5 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു വർഷം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് 1844 പ്രവചനങ്ങൾ പൂർത്തിയായി, പ്രവചന കാലഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. പക്ഷെ കർത്താവ് വന്നില്ല. അടുത്ത ഒരു കാലഘട്ടം, ഒരു 6000 വർഷത്തിന്റെ ഒരു കാലഘട്ടം കഴിയാൻ പോകുന്നു.
അല്ലേ? 6000 വർഷത്തിൻ്റെ ഒരു കാലഘട്ടം കഴിയാൻ പോകുന്നു. അപ്പൊ കർത്താവിൻ്റെ വരവ് പ്രവചനങ്ങൾ നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പാപപരിഹാര ദിവസം കഴിഞ്ഞ് വീണ്ടും 5 മാസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു വർഷം വരുന്നു. അപ്പം അത് കഴിഞ്ഞ് അടുത്തൊരു വർഷം, അടുത്തൊരു 1000 ആണ്ട് തുടങ്ങാനുള്ള ഒരു ആരംഭം അവിടെ നിന്ന്. അത് ഏത് വർഷമാണ്? വിശ്രമത്തിൻ്റെ വർഷം. നമ്മളുടെ ജോലികളെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് വിശ്രമിക്കുന്ന ഒരു വിശുദ്ധന്മാർ വിശ്രമിക്കുന്നു. ഒരു സാത്താനെ 1000 ആണ്ട് കെട്ടിയിട്ട് ന്യായപാലം ദൈവത്തോടുകൂടെ 1000 ആണ്ട് വിശുദ്ധന്മാർ വസിക്കുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് ആര് വരാൻ പോകുന്നത്? കർത്താവ് വരാൻ പോകുന്നത്. ആ കാലഘട്ടത്തിന്റെ തുടക്കം കർത്താവ് നമ്മളെ ചേർത്ത് നമ്മളുടെ കൂടെ വസിക്കുന്ന, ചെയ്ത ന്യായവിധികൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2-3 എന്ന് വായിക്കുന്നു. പെട്ടെന്ന് വിശ്വാസത്യാഗം സംഭവിക്കരുത്. ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത്. എങ്ങനെയാ തെറ്റിക്കുന്നത്? എന്തിലാ തെറ്റിക്കുന്നത്? ദൈവം എന്താണ് ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്? എന്തിൽ തെറ്റിക്കുന്ന കാര്യമോ ദൈവം പറയുന്നത്? വിശ്വാസത്തിൽ തെറ്റിക്കരുത്. അല്ലാതെ നിങ്ങളെ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയി അതിൽ നിന്നും തെറ്റിക്കരുത്. അത് വീഴുവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കരുത്. അതുകൊണ്ട് എന്നാൽ അതിൽ പ്രധാനമായിട്ടും ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് വിശ്വാസത്യാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യല്ലേ? സംഭവിക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തിനെ ആരും എന്ത് ചെയ്യല്ലേ? തെറ്റായിട്ടുള്ള ഒരു വഴിയിലോട്ട് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. എന്തായിരുന്നു സാത്താൻ ഏദൻ തോട്ടത്തിൽ ചെയ്തത്? എന്താ ചെയ്തത്? ദൈവം എന്താ പറഞ്ഞേ? ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ എന്ത് ചെയ്യല്ലേ? കഴിക്കരുത്. നിങ്ങൾ കഴിച്ചാൽ എന്ത് സംഭവിക്കും? കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പക്ഷെ സാത്താൻ വന്ന് എന്താ പറഞ്ഞേ? ചുമ്മാ പറയണത്, നീ ദൈവത്തിനെ പോലെ ആകും എന്നുള്ള അസൂയ കൊണ്ട് ദൈവം നിന്റെ അടുത്ത് പറഞ്ഞതാ, നീ ഒരിക്കലും മരിക്കില്ല എന്നുള്ള ഒരു സിദ്ധാന്തമാണ് സാത്താൻ ആദ്യം ഇവിടെ പ്രയോഗിച്ചത് ഏദൻ തോട്ടം. അതുപോലെ തന്നെയാണ് തുടർച്ചയായിട്ട് ദൈവം എന്ത് പറഞ്ഞോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ ദൈവത്തിൻ്റെ വചനത്തിനെ കോട്ടി പരസ്പരം ചേരാത്ത തരത്തിലാക്കി ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നത്. നമ്മളിന്ന് മറ്റ് ഇതര സഭാവിഭാഗങ്ങളിൽ കേൾക്കുന്ന ഭൂരിഭാഗം വ്യാഖ്യാനങ്ങളും നിങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്ക്. ഒരറ്റം ചേരുമെങ്കിൽ മറ്ററ്റം ചേരുന്നു. നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും. ഇത് അവിടെ ഇങ്ങനെയല്ലേ പറഞ്ഞു, പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും കലക്കത്തിൻ്റെ ആത്മാവിനാലുള്ളതല്ല. അത് കലക്കമല്ല. അതെന്താണ്? അത് സ്ഫുടമാണ്, അത് വ്യക്തമാണ്. അത് വ്യക്തമായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ളത് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വേണം? പരിശുദ്ധാത്മാവ് നിറവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷെ അതിനെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പല സഭാവിഭാഗങ്ങളും പലരും ഇവിടെ കോട്ടി തെറ്റായിട്ട് പറയും. എല്ലാമല്ല, ഒരുപാട് കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തെറ്റായിട്ട് അവരെന്ത് ചെയ്യുന്നു? മനുഷ്യരെ പഠിപ്പിക്കുന്നു. ദൈവം എന്ത് പറഞ്ഞു? നീ ശബത്ത് ദിവസം ശനിയാഴ്ച 7-ാം ദിവസം എന്ത് ചെയ്യണം? നീ എനിക്ക് വേണ്ടി പറഞ്ഞു. പക്ഷെ അതിപ്പോൾ എന്തായി? 1-ാം ദിവസമായി അല്ലേ?
ആരാ ചെയ്തത്? അതെല്ലാവരും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. എല്ലാം സ്വീകരിച്ചു അല്ലേ? നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ആ ഞായറാഴ്ചയാണ് ആരാധന. ഓ ഞായറാഴ്ച. ദൈവം എന്താ പറഞ്ഞേ? നീ 10 ദിവസം ആരാധിക്കണം, 7-ാം ദിവസം നീ ആരാധിക്കണം. 1-ാം ദിവസം അല്ല ആരാധിക്കാനുള്ളത്. എല്ലാത്തിനും ഒരു കൗണ്ടർ, സകലത്തിനും. അതല്ലേ ഇവിടെയും സംഭവിച്ചത്? അതല്ലേ ഇവിടെയും സംഭവിക്കുന്നത്? എല്ലാത്തിൻ്റെ ഒരു കൗണ്ടർ ഫീറ്റാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ കാണുന്നത് അല്ലേ? അപ്പൊ ഇവിടെ കർത്താവ് കള്ളനെ പോലെ രഹസ്യമായി വരും എന്നാണ് പറഞ്ഞത്. അത് ആ കർത്താവ് വരും എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കണം. അത് സത്യമാണോ എന്ന് നമുക്ക് നോക്കണമല്ലോ. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കണം, പരിശോധിച്ച് നോക്കണം. അങ്ങനെ കർത്താവ് കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ വരവിനെപ്പറ്റി. പക്ഷെ കുറച്ച് മാത്രം, ഒരു 5-6 വാക്യങ്ങൾ മാത്രം നമുക്ക് എടുത്ത് വെച്ച് പരിശോധിക്കാം. വേറെ വേണമെങ്കിലും നമുക്ക് പരിശോധിക്കാം പിന്നീട് സമയം ഉണ്ടെങ്കിൽ. ഇപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു 5-6 വാക്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കൂ. ആരെങ്കിലും ഒന്ന് എടുത്ത് 2 പത്രോസ് 3:10 പെട്ടെന്ന് എടുക്കണം. 2 പത്രോസ് 3:10. ആ ആ ശരി. അവിടെ എന്താണ് വായിച്ചത്? കർത്താവ് കള്ളനെ പോലെ വരും. വരുമ്പോൾ എന്താ സംഭവിക്കണത്? ആകാശം കൊടും മുഴക്കത്തോടുകൂടി ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിയഴിയും. അല്ലേ? രഹസ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. രഹസ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? കർത്താവ് വരുമ്പം ആരും അറിയില്ല. കർത്താവ് വന്ന് വിശുദ്ധന്മാരെല്ലാം ചേർക്കും അല്ലേ? വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ ആരും അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ ദൈവം പറഞ്ഞത്? കർത്താവ് കള്ളനെ പോലെയാ വരുന്നത്. വരുമ്പോൾ എന്ത് സംഭവിക്കും? ആകാശം കൊടും മുഴക്കത്തോടു കൂടി ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദത്തോടു കൂടി അല്ലേ? അപ്പം ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും സകലതും കർത്താവിൻ്റെ വരവ് അറിയും അല്ലേ? മൂലപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വെന്ത് ചാമ്പലാകും എന്നാണ് പറഞ്ഞത്. പക്ഷെ കർത്താവ് വരുന്നതാണ് കള്ളനെ. ആരും അറിയില്ല എന്നാ വരുന്നതെന്ന്, ആർക്കും അറിയാൻ പറ്റില്ല. അടുത്ത ഒരു വാക്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 1 മുതൽ 4 വരെ. വായിക്ക്, മൈക്ക് വെച്ച് വായിക്കൂ. മൈക്ക് എടുത്ത് വെച്ച് വായിക്കും. മൈക്ക് എടുത്ത്. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുവാൻ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി കഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവ അല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും. അപ്പോൾ ഇവിടെ നമ്മൾ അത് ഒന്നുകൂടെ നിങ്ങൾ വായിച്ചോ. അവിടെ എന്താണ് പറയുന്നത്? കർത്താവ് എങ്ങനെയാ പറഞ്ഞേ? കള്ളനെ പോലെയാ വരുന്നത് അല്ലേ? പക്ഷെ അവിടെ എന്താ സംഭവിക്കണേ? അവിടെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയാണ് അവിടെ ചെയ്യണത് അല്ലേ? ദുഷ്ടന്മാരുടെ നിഗ്രഹമാണ് അവിടെ സംഭവിക്കാൻ പോണത്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വാക്യം വായിച്ചു. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വരും. ആർക്ക്? എല്ലാവരും പറയും സമാധാനം, വേറെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു അല്ലേ?
ഒരു പ്രശ്നമില്ല, എല്ലാം സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം, ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്നു. പക്ഷെ എന്താ അവിടെ സംഭവിക്കുന്നത്? പെട്ടെന്ന് നാശം സംഭവിക്കും അവർക്ക്, അല്ലേ? പെട്ടെന്ന് നാശം സംഭവിക്കും. എന്തുകൊണ്ടാ? കള്ളനെ പോലെ ആ ദൈവം വരുന്നത്. എന്തിന് എന്ന് പറഞ്ഞാൽ എപ്പോ വരുമെന്ന്. നോഹയുടെ വെള്ളപ്പൊക്കത്തിൽ എന്താ സംഭവിച്ചത്? പെട്ടകം ഉണ്ടാക്കി, നോഹയും പരിവാരങ്ങളും ആ ഉള്ളിൽ കയറി, വാതിലടച്ചു. മഴ പെയ്തോ? ഇല്ല. വാതിലും അടച്ചിട്ട് അകത്ത് കയറിയിരിക്കുന്നു, അല്ലേ? പിന്നെ എപ്പോഴാ മഴ പെയ്തേ? കുറേ ദിവസം കഴിഞ്ഞല്ലേ? 10 ദിവസം കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. മഴ പെയ്തപ്പോഴാണ് എല്ലാവരും ഓടിയത്. പെട്ടകം ഒന്ന് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. അതുവരെ മഴ കണ്ടിട്ടില്ല. ലോകാവസാനം എന്ന് പറയുന്നതും ആരും കണ്ടിട്ടില്ല. ലോകാവസാനിക്കും, ചുമ്മാ പറയണം. സയൻസ് പറയണം അത് ഇനി ഒരു 10-100 വർഷം കഴിഞ്ഞിട്ടേ അവസാനിക്കുള്ളൂ എന്നാണ് സയൻസ് പറയുന്നത്. അപ്പൊ ഇപ്പം കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? അതൊക്കെ ചുമ്മാ പറയണം. അതാ പറഞ്ഞത്, കള്ളനെ പോലെ വരും. എന്ന് വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല, അല്ലേ? ആ തരത്തിലാണ് ദൈവം അവിടെ ക്രമീകരിച്ചത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 15-17 കൂടെ ഒന്ന് വായിച്ചു. 15 മുതൽ 17 വരെ. മൈക്ക് വെച്ചു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവിന്റെ വരവ് എങ്ങനെയാണ്? രഹസ്യമാണോ? അല്ല, പരസ്യമാണ്. എല്ലാവരും കാണത്തക്ക രീതിയിലാണ് കർത്താവിന്റെ വരവ്, അല്ലേ? ഒന്നും രഹസ്യത്തിലല്ല. വെളിപ്പാട് 1:7 വായിച്ചു. നേരത്തെ വായിച്ച വാക്യത്തിൽ ഒരു ഭാഗം കൂടെ ഉണ്ട്. മരിച്ചവരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത്. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് ഇവിടെ ജീവനുള്ളവർ എന്ത് ചെയ്യുന്നത്? രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടുകൂടി എടുക്കപ്പെടുന്നത്. എപ്പോഴാ? കർത്താവിന്റെ വരവിലാണ് അത് സംഭവിക്കുന്നത്, അല്ലേ? കർത്താവിന്റെ വരവിലാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അതിനു മുമ്പല്ല, രഹസ്യമായിട്ട് ഒരു എടുപ്പല്ല അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്. കർത്താവിന്റെ വരവിലാണ് ഇവിടുത്തെ വിശുദ്ധന്മാരെന്ത് ചെയ്യുന്നത്? രൂപാന്തരം പ്രാപിക്കുന്നത്. അതുവരെ ആര് എടുക്കും? മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും, അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും, അവർക്കും രൂപാന്തരം പ്രാപിക്കും. അതോടൊപ്പം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും? രൂപാന്തരം പ്രാപിക്കും. രൂപാന്തരം പ്രാപിച്ച് അവർ കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അത് വെളിപ്പാട് 1:7 കർത്താവിന്റെ വരവ് എല്ലാവരും കാണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സകല ആൾക്കാരും കാണും. രഹസ്യമായിട്ടൊരു വരവ് ദൈവത്തിന് ഇല്ല. രഹസ്യമായിട്ടൊരു സീക്രട്ട് റാപ്ചർ ദൈവത്തിന് ഇല്ല. പരസ്യമായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ, അല്ലേ? മത്തായി 24 മുതൽ 31 വരെ പെട്ടെന്നൊന്ന് വായിക്കണം. 29 മുതൽ 31 വരെ. മത്തായി 24. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. എപ്പോഴാ ചേർക്കണേ? കർത്താവിന്റെ 2ാം വരവിൽ. വൃതന്മാരെ, ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരെ ചേർക്കുന്നത് കർത്താവിന്റെ വരവിലാ. രഹസ്യമായിട്ടാണ് കർത്താവ് എവരെയൊക്കെ എടുക്കണമെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ വായിച്ച വാക്യങ്ങളെല്ലാം തെറ്റല്ലേ?
തെറ്റല്ലേ? രഹസ്യമായിട്ടാണ് കർത്താവ് ഇവരെല്ലാം സ്വീകരിക്കുന്നതെങ്കിൽ തെറ്റാണ്. ചേരുന്നില്ല. അവർ പറയുന്ന വാക്യങ്ങളും ഇതുമായിട്ട് ചേരുന്നില്ല. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അല്ലേ? ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചു. 1:7-8. ആ 2 തെസ്സലോനിക്കർ 1:7-8. ശരി, ഓക്കെ. ഇവിടെ ഇവിടെ പീഡനമേറ്റവർക്കും ശിക്ഷയും വിശുദ്ധന്മാർക്ക് നന്മയും നൽകുന്ന ഒരു സമയമാണ് കർത്താവിൻ്റെ വരവ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ഒരു കാര്യം, വെളിപ്പാട് 7-ാം അധ്യായം 3-4 വാക്യം, അത് കഴിഞ്ഞ് 13-14 കൂടെ ഒന്ന് വായിക്കും. വെളിപ്പാട് 7-ാം അധ്യായം 3, 4, 13, 14. ആ ആ ആ ആ ആ ആ ആ ആ വേണ്ട അതൊന്നും വായിക്കണ്ട. 14-ാമത്തെ വാക്യം, 13-14. ആ ആ അപ്പൊ ഇവിടെ വെളിപ്പാട് 3-4 അതിന്റെ കണ്ടിന്യൂഷനാണിത്. ഇടയ്ക്കുള്ള കുറേ ഉണ്ട്, അത് നമ്മൾ സ്കിപ്പ് ചെയ്തതാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ വെളിപ്പാട് 7-ാം അധ്യായം 3-4 എന്താ പറയണത്? മുദ്രയിട്ട ഒരു വിഭാഗത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ മുദ്രയേറ്റവരാണ് പിന്നീട് ഈ വെള്ള നലയങ്കിയിട്ട് കർത്താവിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർ എവിടെ നിന്ന് വന്നെന്നാ പറഞ്ഞത്? മഹാകഷ്ടത്തിൽ നിന്നും വന്നവരാണ്, അല്ലേ? അത് എപ്പോഴുള്ളവരാ? അവര് കർത്താവിൻ്റെ 2-ാം വരവിൽ കർത്താവിനോടുകൂടി ജീവനോടിരുന്ന് കർത്താവിനോടുകൂടി ചേർക്കപ്പെട്ടവരാ. അവരെവിടെയായിരുന്നു? മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്, മഹായാതന അനുഭവിച്ചിട്ട് വന്നവരാണ്. അവർ മുദ്രയിട്ടവരാണ്, അല്ലേ? ആരുടെ മുദ്രയിട്ടവരാ? ദൈവത്തിൻ്റെ മുദ്ര സ്വീകരിച്ചവരാണ്. വെളിപ്പാട് 13-ാം അധ്യായം 16-17 ഒന്ന് വായിച്ച്. ആ അതാരാ? പിശാചിന്റെ മുദ്രയേറ്റവരാ. ആ മുദ്ര ഏതാ? ആ മുദ്രയെക്കുറിച്ച് നമുക്ക് പഠിക്കണം, അല്ലേ? ദൈവത്തിന്റെ മുദ്ര എന്താണ്, പിശാചിന്റെ മുദ്ര എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ നോക്കുന്നത് മുദ്രയേറ്റവർ ദൈവത്തിനോടുകൂടി, ദൈവത്തിന്റെ മുദ്രയേറ്റവർ ദൈവത്തിനോടുകൂടി ദൈവം സ്വീകരിക്കും, മറ്റുള്ളവരെ
പിശാചിന്റെ മുദ്രയേറ്റവരെ ദൈവം തള്ളിക്കളയും, അവരെ നശിപ്പിച്ച് കളയും. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ഇത് സംഭവിക്കുന്നത്. കർത്താവ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ രഹസ്യമായിട്ട് വിശുദ്ധന്മാരെ എടുക്കുന്നു എന്നുള്ളത്, എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? ചെറുതായിട്ടൊന്ന് നോക്കാം. എങ്ങനെ വന്നു? ബൈബിളിൽ നിന്നല്ല വന്നത് അത്. അപ്പൊ പിന്നെ എങ്ങനെ വന്നു അത്? ഈ ഒരു വാക്യം എടുത്തു വെച്ചിട്ട് 1930 ജോൺ നെൽസൺ ഡോർബി, നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. സീക്രട്ട് റാപ്ചർ എന്ന് അടിച്ചു നോക്കിയാലും മതി. 1930 ജോൺ നെൽസൺ ഡോർബി എന്ന് പറയുന്ന ബ്രദറൻ സഭയിലെ ഒരു സ്ഥാപകൻ, ബ്രദറൻ സഭയുടെ സ്ഥാപകൻ, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് ഈ സീക്രട്ട് റാപ്ചർ എന്ന് പറയുന്ന സിദ്ധാന്തം. അദ്ദേഹം അന്ന് അത് ഉണ്ടാക്കി. അത് ഇങ്ങനെ ഒരു മന്ദഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ 1980 കാലഘട്ടത്തിൽ അതിൽ കൂടുതൽ പ്രചാരം വരികയും അതിനെ പെന്തിക്കോസ്ത് സഭാവിഭാഗങ്ങളും മറ്റ് പല കത്തോലിക്ക സഭാവിഭാഗങ്ങളും പല സഭാവിഭാഗങ്ങളും അതിനെ ഏറ്റെടുക്കുകയും അതിന് കൂടുതൽ പ്രചാരം നൽകുകയും ചെയ്തു. 1980 ശേഷമാണ് ഈ ഒരു തത്വത്തിന് പ്രചാരണം ഉണ്ടായത്. പക്ഷേ അതിന് ബിബിളിക്കലായിട്ട് ഒരു അടിസ്ഥാനമോ ഒരു വാക്യമോ അവർക്ക് തരാൻ ഇല്ല. ഈ ഞാൻ ആദ്യം പറഞ്ഞ ഈ മത്തായി 24:40-41 അതല്ലാതെ വേറെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു തത്വമാണ് അവരവിടെ ജനങ്ങളെ അടിച്ച് ഏൽപ്പിച്ചത്. ആ തത്വം വെച്ച് ദൈവം കള്ളനെ പോലെ വരും എന്നുള്ളത് പറഞ്ഞും ഈ ഒരു ഉപമ പറഞ്ഞും ജനങ്ങളെ മുഴുവനും തെറ്റിച്ച് അവരെ പിശാചിന്റെ മാർഗത്തിലോട്ടാക്കി കളഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളടുത്ത് അവർ പലപ്പോഴും പറയുമ്പോൾ നമുക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പോൾ മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ ആയിരിക്കും. ഞാൻ രഹസ്യത്തിൽ വരില്ല. രഹസ്യത്തിൽ വരുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കർത്താവ് രഹസ്യമായിട്ട് വരുമെന്ന് ബൈബിളിൽ ഒരു ഭാഗത്തും പറഞ്ഞിട്ടില്ല. കർത്താവ് വരുമ്പോൾ എല്ലാവരും കാണുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രഹസ്യത്തിൽ ആരെയും എടുക്കുമെന്നും പറഞ്ഞിട്ടില്ല. രഹസ്യത്തിൽ എടുക്കും എന്ന് പറഞ്ഞത് എവിടെയാണ്? ഈ ഒരു മത്തായിയുടെ ഭാഗത്തുള്ള ആ 24-ാം അധ്യായം 40 മുതലുള്ള ആ ഉദാഹരണത്തിൽ പറഞ്ഞത്. എന്തായിരുന്നു ആ സംഭവം? അതാണ് ഞാൻ പറഞ്ഞത്. 1844 നമ്മളുടെ പരിശോധനാ ന്യായവിധിയാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ പേര് വിളിച്ച് നമ്മളെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമോ, നമ്മളെ ജീവന്റെ പുസ്തകത്തിൽ പേര് വെട്ടിക്കളയണമോ എന്ന് ഉള്ള തീരുമാനമെടുക്കുന്ന കാലഘട്ടമാണ് 1844 ശേഷമുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്താക്കി? നമ്മളെ രഹസ്യമായിട്ട് എടുക്കും എന്നുള്ള ഒരു ഇതിൽ എന്ത് ചെയ്തു? നമ്മളെ ആ തരത്തിൽ നമ്മളെ നമ്മുടെ വിശ്വാസത്തിനെ താറുമാറാക്കി കളയുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മളതിൽ വീണു പോകരുത്. നമ്മൾ ഉറപ്പായിട്ടും നമ്മളുടെ വിശ്വാസ സംഹിതയിൽ അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുവച്ച് പരിശോധിക്കുക. അതിന് ഉപോത്ബലകമായിട്ടുള്ള വചനങ്ങൾ വീണ്ടും ബൈബിളിൽ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ബൈബിൾ പഠിക്കുക. ഞാൻ ആ ഗ്രന്ഥം പഠിക്കണമെന്നല്ല പറഞ്ഞത്. ബൈബിൾ നിങ്ങൾ പഠിക്കുക. ബൈബിളിൽ ഒന്നുമില്ലാതിരിക്കില്ല. ബൈബിളിൽ എല്ലാത്തിനും യോജിപ്പ് കാണും. യോജിക്കാത്ത വചനങ്ങൾ ഒന്നും നിങ്ങൾ സ്വീകരിക്കരുത്. അത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും. നമ്മൾ അത് യോജിക്കുന്ന വചനങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? നമ്മൾ സ്വീകരിക്കാവൂ എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിന്റെ മുദ്രയേറ്റവർ ഈ ലോകത്തിൽ, അതുപോലെ തന്നെ അവരുടെ സിദ്ധാന്തത്തിൽ വേറൊരു തത്വമാണ് കഷ്ടത. ഭൂമിയിൽ കഷ്ടത വരും മുമ്പ് എന്ത് സംഭവിക്കും? വിശുദ്ധന്മാരെയെല്ലാം ചേർക്കും. ഇവിടുത്തെ കഷ്ടത അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് ആര് പറയുന്നത്? ഈ പറയുന്ന സിദ്ധാന്തം
സീക്രട്ട് റാപ്ചർ എന്ന് പറയുന്ന ആ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് എന്താണ്? ഭൂമിയിൽ വിശുദ്ധന്മാർക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വരില്ല. അവരെ എല്ലാം എന്ത് ചെയ്യും? അവരെ എല്ലാം ദൈവം ജീവനോടിരിക്കുമ്പോൾ തന്നെ ഈ കഷ്ടതയ്ക്ക് മുമ്പ് അങ്ങ് മുകളിലോട്ടെടുക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ വെച്ച് അനുഭവിച്ച, ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ അവരെ കനാൻ ദേശത്തോട്ട് കൊണ്ടുപോകാം എന്നാണ് ആര് പറഞ്ഞത്? ദൈവം വാഗ്ദാനം ചെയ്തത്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ എവിടെയാ? എന്താ? നമ്മൾ ഈ ലോകത്തിൽ പിശാചിന്റെ അടിമയിലാ. നേരത്തെ ആരുടെ? ഫറവോന്റെ അടിമയിലായിരുന്നു ഇസ്രായേൽ ജനം. ഇപ്പം പിശാചിന്റെ അടിമയില ജനങ്ങൾ മൊത്തം. അവരെ എവിടെ കൊണ്ടുപോകാന്നാ ദൈവം പറഞ്ഞത്? കനാൻ ദേശത്ത് കൊണ്ടുപോകാന്നാ പറഞ്ഞത് അല്ലേ? ആത്മീയ കനാനിൽ, സ്വർഗത്തിൽ കൊണ്ടുപോകാന്നാ പറഞ്ഞത് അല്ലേ? പാലും തേനും ഒഴുകുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോകാന്നാണ് ആര് പറഞ്ഞത്? ദൈവം നമുക്ക് വാഗ്ദാനം. ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ അവർക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വന്നോ? ഈജിപ്തിൽ ആരുടെ കഷ്ടതയെ അനുഭവിക്കേണ്ടി വന്നത്? ദൈവത്തിന്റെ പീഡനവുമായിട്ടുള്ള ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കേണ്ടി വന്നോ അവർക്ക്? ഒരിക്കലുമില്ല. 10 ബാധയാണ് ആരയച്ചത്? ദൈവം ഈജിപ്തിൽ അയച്ചത്. ഏതെങ്കിലും ഒരു ബാധ, ഒരു അംശമെങ്കിലും ഇസ്രായേൽ ജനത്തിനെ ബാധിച്ചോ? ഇല്ല. അവരെവിടെയാ കിടന്നത്? ഇസ്രായേൽ ജനം ആ ഈജിപ്തിൽ അവരുടെ ഈ ഫറവോന്റെ അന്നുണ്ടായിരുന്ന അവരുടെ നടുവിലാണ് അവരുണ്ടായിരുന്നത്. അവരുടെ കൂടെയാണ് വസിച്ചത്. പക്ഷേ ഈ അയച്ച ബാധകളൊന്നും ആരെ ബാധിച്ചില്ല? ഇസ്രായേൽ ജനത്തിനെ ബാധിച്ചില്ല. ദൈവം ഈ ലോകത്തിൽ ബാധകളെ അയക്കും അന്ത്യകാലത്തിൽ. പക്ഷേ നിങ്ങൾ വിശുദ്ധനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നിങ്ങളെ ആ ബാധകളൊന്നും ബാധിക്കും. പക്ഷേ നിങ്ങൾക്ക് പീഡനമുണ്ടാവും, കഷ്ടതയുണ്ടാവും. ഇസ്രായേൽ ജനത്തിന് അവിടെ കഷ്ടതയുണ്ടായി, പീഡനമുണ്ടായി. ആരിൽ നിന്നുള്ള കഷ്ടതയാ പീഡനയാ ഉണ്ടായത്? രാജാവിൽ നിന്നുള്ള കഷ്ടതയാ. അന്നത്തെ അവിടുത്തെ ഭരണകൂടത്തിൽ നിന്നുള്ള കഷ്ടതയാണ് ആർക്ക് അനുഭവിക്കേണ്ടി വന്നത്? ഇസ്രായേൽ ജനത്തിന്. ഏതാ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത്? വക്കോല് കൊടുക്കുമായിരുന്നു കല്ലുണ്ടാക്കാൻ. പിന്നീട് ഫറവോൻ എന്ത് പറഞ്ഞു? വക്കോല് കൊടുക്കണ്ട, അവര് വക്കോല് ശേഖരിച്ച് കല്ലുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അവരുടെ ഈ ലോകത്തിലുള്ള പീഡനം എന്ന് പറഞ്ഞാൽ ഭരണകൂടം നൽകിയ പീഡനം നേരത്തെ ഉള്ളതിനെക്കാട്ടിലും കൂടി, അധികരിച്ചു അല്ലേ? അങ്ങനെയല്ലേ? നേരത്തെ ഉള്ളതിനെക്കാട്ടിലും കൂടി ഭരണപരമായിട്ട് അവർക്ക് കൊടുത്ത പീഡനം. ഭരണപരമായിട്ട് ഈ ലോകത്തിന്റെ പീഡനം നമുക്ക് ഉണ്ടാവും. ഒരുപാട് കഷ്ടത ഉണ്ടാവും. പാപത്തിനെ അതിജീവിക്കാൻ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടും. കാരണം 1980 മുമ്പുള്ള പാപം ചെയ്യാനുള്ള ഒരു പ്രതലമല്ല ഇന്ന് ഈ ലോകത്തിലുള്ളത്. 1980 മുമ്പ് മൊബൈലില്ല, വാഹന സൗകര്യം വളരെ കുറവായിരുന്നു അല്ലേ? അന്ന് നമുക്ക് കാളവണ്ടിയും വയലിൽ ഞാറ് നടന്ന അമ്മച്ചിമാരെയും എല്ലാം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് കാണാൻ പറ്റുമോ? ഇന്ന് കാണാൻ പറ്റൂല. ലോകം വികസിച്ചു, വികസനത്തിന്റെ പാതയിലാണ് നമ്മൾ. നമുക്കിന്ന് എന്തുണ്ട്? മൊബൈലുണ്ട്. എന്തും എപ്പോഴും കാണാം, ഏത് തരത്തിലും നമുക്ക് ജീവിക്കാം. സ്വാതന്ത്ര്യമുണ്ട്, നേരത്തെക്കാളിലും സ്വാതന്ത്ര്യമുണ്ട്. അന്ന് സ്കൂളിൽ സാറ് ഒരു അടി കൊടുത്താൽ രക്ഷകർത്താവ് ചെന്ന് പറയും, സാറേ 2 കൂടെ കൊടുത്തു എങ്കിലേ അവൻ നന്നാവുള്ളൂ. ഇന്നെന്ത് പറയും? എന്ന് പറയും, സാറ് കണ്ണുരുട്ടിയാ പറയും, എൻ്റെ മോനെ കണ്ണുരുട്ടിയാ, നാളെ നീ കോടതിയിൽ നിൽക്കും. എന്നാ ഇന്ന് ലോകത്തിന്റെ പോക്ക്. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യം പോലെ ഉണ്ട്. പാപം ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. മുമ്പ് ഒരു പ്രേമം ആണെങ്കിൽ, 2 പേര് തമ്മിൽ പ്രേമം ഉണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും ഒളിച്ചു നിന്ന് കാണും അല്ലേ? എന്നിട്ട് ആരെയെങ്കിലും വിട്ട് എങ്ങനെയെങ്കിലും പേപ്പറിൽ ചുരുട്ടി പോണ വഴിയിൽ എവിടെയെങ്കിലും ഇട്ടേക്ക്, മറ്റവൻ എടുത്ത് നോക്കും. ഇന്ന് ബസ്സിലൊക്കെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നടക്കുന്ന, കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള വൃത്തികേടുകളാ നടക്കുന്നത്. സ്വാതന്ത്ര്യമുണ്ട്, പാപം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്. എത്ര വേണമെങ്കിലും ചെയ്യാം. അതിനെ അതിജീവിക്കണം.
നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ, പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് നമ്മൾ അതിജീവിക്കണം. അങ്ങനെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ മുദ്ര കിട്ടുന്നത്. അത് വലിയൊരു കഷ്ടമാണ്. ആ കഷ്ടത്തിൽ നിന്നും കയറി വന്നവരാണ് ഈ 1,44,000. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ മുദ്രയേറ്റവർ, പിശാചിന്റെ മുദ്ര ഏറ്റവർ. ഇനി അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ? ആരൊക്കെയാണ് ദൈവത്തിന്റെ മുദ്രയേറ്റവർ? അവർക്ക് എന്ത് ക്വാളിറ്റിയാണ്? അവർ എങ്ങനെയായിരിക്കും? പിശാചിന്റെ മുദ്രയേറ്റവർ ആരൊക്കെയാണ്? അവരെങ്ങനെയുള്ളവരാണ്? അവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനി എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നമുക്കത് പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒരിക്കലും ഈ ലോകത്തിൻ്റെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളിലും തെറ്റായിട്ടുള്ള രീതികളിലും അകപ്പെട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാം നമ്മുടെ വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് നേടിയിട്ടുണ്ട്. വേദപുസ്തകം മാത്രം പഠിച്ചാൽ മതി. ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ സത്യങ്ങളെ ദൈവം നമുക്ക് നൽകും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നവരാകട്ടെ. ദൈവനാമം നടത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് 7 ദിവസത്തിൽ വരുമെന്ന് നമ്മൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പാൻ ഈ വിശുദ്ധ സഭയിൽ നമുക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ നാം നനയ്ക്കാത്ത നാഴികയുടെ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും ഒരുക്കമുള്ളവരായിരിക്കണം. അത് പലവിധമായ പഠനങ്ങൾ ഇന്ന് പഠിച്ചു പോകുന്നുണ്ട്. ആ കെണിയിലൊന്നും പെടാതിരിപ്പാൻ നാം സൂക്ഷിച്ചു വരുവാൻ ഇവിടെ ഉള്ള ആഹ്വാനം ഇന്നത്തെ പഠനത്തിലൂടെ പ്രിയ സഹോദരനിലൂടെ നമുക്ക് ലഭിച്ചു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉണർന്ന് ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കും. അത് നമുക്ക് അതിന് ധാരാളമായി ദൈവം അനുഗ്രഹിച്ചിട്ട് കൂടുതൽ പരിജ്ഞാനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിവർത്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആരാധനയുടെ അവസാനമായി നമുക്ക് എവർക്ക് എണീറ്റ് നിന്ന് നമ്മുടെ പഴയ പാട്ടുപുസ്തകത്തിൽ 420 ഗാനം, നല്ലിടയ നാം യേശു എന്ന ഗാനം. വിളിക്കുന്നു നിന്ന് രക്ഷയും ഗേഹ വന്ന് വിശ്രമിക്കുക എന്ന ഗാനം വീട്ടിൽ അതിനുശേഷം സഭാമൂപ്പനായിട്ട് നമുക്ക് നല്ലിടയനാമേശു വിളിക്കുന്നേ നിന്നെ രക്ഷയിൻ ഗേഹവന്നു വിശ്രമിച്ചിടുക ജീവിതത്തിൻ പ്രഭാതേ എന്തിനുഴലുന്നു സത്യമം വാതിലൂടെ രക്ഷയിൻ ഗേഹവാ സ്നേഹമായി മന്ദമായി വിളിക്കുന്നേ ക്ഷീണനാം പ്രയാണി നിന്നെ ഇപ്പോൾ സ്നേഹമായി നിൽക്കുന്നേ നിന്നെ ചേർപ്പാൻ നല്ലിടയനാം യേശു നല്ലിടയനാം യേശു ജീവൻ വെടിഞ്ഞേ സ്നേഹമായി വിളിക്കും കേൾക്കുക തൻ ശബ്ദം
അരികമായി നിൻ ചുറ്റിലണ്ട് കോഴും രക്ഷയെങ്കേ ഓടി വിശ്രമം തേടുക. സ്നേഹമായി മന്ദമായി വിളിക്കുന്നേ ക്ഷീണനാം പ്രയാണി നിന്നെ ഇപ്പോൾ സ്നേഹമായി നിൽക്കുന്നേ നിന്നെ ചേർപ്പാൻ നല്ലിടയേ നാമേശു. വാഴോക്കേള സമയം കൂട്ടിൻ പുറക്കയ്യോ ചെന്നായ്ക്കൾ കൂട്ടമായി തേടുന്നേ ആടിനെ ഓടിക്കൊൾ കൂട്ടിനുള്ളിൽ വാതിലടയ്ക്കും മുൻ സ്നേഹമായി നിൽക്കുന്നേശു വാതിലിൽ നീനക്കായി സ്നേഹമായി മന്ദമായി വിളിക്കുന്നേ ക്ഷീണനാം പ്രയാണി നിന്നെ ഇപ്പോൾ സ്നേഹമായി നിൽക്കുന്നേ നിന്നെ ചേർപ്പാൻ നല്ലിടയേ നാം യേശു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കും. പരിശുദ്ധനും നീതിമാനും ഞങ്ങളെ വാഴ്ത്തപ്പെടുകയും സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ വിശുദ്ധ സഭയുടെ ഈ മധ്യാത്മ സമയം പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ ആദരവോടുകൂടി ഞങ്ങൾക്ക് ലഭിച്ചതായ ഈ തിരുവചന സത്യങ്ങൾക്കായി അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത. സത്യം ഇന്ന് തിരിച്ചറിഞ്ഞ് ദൈവകൽപ്പനയിലേക്കുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയിലേക്ക് ഞങ്ങളെയും ഒരുപടി നിലനിർത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത. ഭാരം, പ്രയാസം, വേദന, ദുഃഖം, നിരാശ ഇവയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിഴലിക്കുമ്പോഴും ദൈവവചന ശക്തിയിൽ ഞങ്ങൾക്ക് ബലപ്പെടുവാൻ, കർത്താവിൻ്റെ വരവരെയും വിശ്വസ്തതയായി നിൽക്കുവാൻ തക്കവണ്ണം, വചനസത്യങ്ങളെ പ്രഘോഷിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദാസന്മാരെ അവിടെ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത. പ്രിയ മകനിലൂടെ 3 വിശുദ്ധ ശബദങ്ങൾക്ക് മുമ്പായി കേട്ടതായ തിരുവചനങ്ങളുടെ ആ സാരാംശം പൂർത്തീകരിക്കുവാൻ ഈ അവസ്ഥയിലായിരുന്നിട്ടും പ്രിയ മകനെ അവിടെ നിന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇത് ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പകർന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2 മുദ്രകൾ ഭൂമിയിൽ സംജാതമാക്കുമ്പോൾ ഇവ ഏത് മുദ്ര സ്വീകരിക്കണമെന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് അങ്ങ് വിളമ്പിത്തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുദ്ര സ്വീകരിക്കുന്നവർ കള്ളനെപ്പോലെ ഏത് നാഴികയിലാണ് കർത്താവിൻ്റെ 2ാം വരവ് എന്ന് ഞങ്ങൾ നനയ്ക്കാതെ വണ്ണം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ആ മുദ്ര സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം വസിക്കുവാൻ, കർത്താവ് ആത്മീയ ഇസ്രായേലിൻ്റെ പങ്കാളിത്തത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധനാകുന്ന ദൈവം ഞങ്ങളുടെ കൃപ ചെയ്തിരിക്കുകയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത്. സത്യമിനെ തിരിച്ചറിയുവാൻ യേശുവേ അവിടുന്ന് ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം ശ്രവിച്ചതായ എല്ലാ മക്കളെയും എല്ലാ ജനത്തെയും ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ബറബയിലെ ജനത്തെ പോലെ വചനം ശോധന ചെയ്യുവാൻ, സത്യവേദ പുസ്തക അടിസ്ഥാനങ്ങളെ പ്രമാണിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച മകന ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നു. ദൈവിക ശക്തിയിൽ ആയിരിക്കുവാൻ സഹായിക്കും. തുടർന്നും ഈ വചനത്തിൻ്റെ പൊരുൾ പൂർത്തീകരിക്കുവാൻ പ്രിയ മകനെ അവിടെ നിന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലേക്കായൊരു അവസരം ദൈവം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ഷീണമുണ്ട്, ഇവയൊക്കെ മറന്ന് ആ കാൽവരി ക്രൂശിൻ്റെ യാഗത്താൽ മകനെ അവിടെ നിന്ന് ശക്തീകരിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ
ആ വന്നതായ പ്രയാസത്തിൻ്റെ അധിക്യത്തിൽ ഇന്നും വേദനയിൽ ആയിരിക്കുമ്പോഴും ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ ആയിരിക്കുന്ന ഈ വേളയിലും വചന പ്രഘോഷണത്തിനായി മകനെ അങ്ങ് ബലപ്പെടുത്തിയ കൃതിക്കായി സ്തുതിക്കുന്നു. ആ മകൻ മുന്നമേ പറഞ്ഞതുപോലെ ഞങ്ങൾ ക്ഷീണിതരാകാൻ, ദൈവവിശ്വാസം രചിക്കപ്പെടുവാൻ പിശാചിന് അവസരം കൊടുക്കാതെ ഇന്നെനിക്ക് വചനം പ്രസംഗിക്കണം, പറയണമെന്നുള്ളതായ ആ ചിന്താഭാരത്തോടുകൂടി ദൈവാലയത്തിൽ അവനെ കൂട്ടിവരുത്തി കൃതിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ കൃപ അവിടെ നിന്ന് കൂടെ ഇരുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാ നന്മകൾക്കും പ്രതീകമായിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ അവിടെ ശക്തിയൊരുക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അത് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല ദൈവമേ. കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അങ്ങ് നൽകണം. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ പാപകടം ഞങ്ങളോട്, ഞങ്ങളെ പരീക്ഷകളിൽ കടത്താതെ സകല ദോഷങ്ങളും വിടുവിക്കണം. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കുമല്ലേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യാദികളിലും വിശിഷ്യ ഇന്ന് വചനം ഘോഷിച്ച പ്രിയ മകൻ്റെ മേലും വചനം ശ്രവിച്ച അടിയങ്ങളുടെ മേലും ഈ ദേശത്തിന്മേലും ദേശനിവാസികളുടെ മേലും ഇന്നും എന്നും എക്കാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാനെ യഹോവയേ, മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം അങ്ങേക്കാമേൻ. മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം അങ്ങേക്കാമേൻ.